സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ ബി.ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് S1 S2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ഇയർ പഠിച്ച് ഇപ്പോൾ S2 പരീക്ഷ എഴുതിയവർക്ക് 3ാം സെമസ്റ്ററിൽ കോളേജ് ട്രാൻസ്ഫറിനുള്ള സൗകര്യം നിലവിലുണ്ട്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അതിനുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. ബി.ടെക് S3 ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഫോർ ദ അക്കാഡമിക് ഇയർ 2024-25 നോട്ടിഫിക്കേഷൻ എന്ന പേരിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. KTU.edu.in എന്ന സൈറ്റിൽ അനൗൺസ്മെൻറ്റ്സ് എന്നുള്ള വിഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിലവിൽ 30/6/2024 വരെ നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഏത് കോളേജിലാണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കോളേജിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയവും, അതേപോലെ ആ കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ അത് റെക്കമെൻഡ് ചെയ്ത ശേഷം ഈ അപ്ലിക്കേഷൻ നിങ്ങൾ ഏത് കോളേജിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ കൊണ്ടു കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ 21/6/2024 മുതൽ 30/6/2024 വരെയാണ് അതിനുള്ള സമയം. അതായത് നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ ആദ്യം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഇതിൻ്റെ താഴെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ അപ്ലിക്കേഷൻ അവിടുന്ന് പ്രിൻസിപ്പാൾ സാങ്ഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അതേ അപ്ലിക്കേഷൻ ഏത് കോളേജിലാണോ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിലെ പ്രിൻസിപ്പാൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടുന്ന് പ്രിൻസിപ്പാളുടെ സാങ്ഷൻ വാങ്ങിയിട്ട്, അതായത് സാങ്ഷൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ വാക്കാലല്ല, ഈ ആപ്ലിക്കേഷനിൽ അതിനുള്ള സിഗ്നേച്ചറും സീലും ഒക്കെ വാങ്ങിയിട്ട് വേണം പുതിയ കോളേജിൽ ഏത് കോളേജിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ കോളേജിലേക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റൊരു കോളേജിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ECക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തൃശ്ശൂർ സാധ്യതയുണ്ട്, അതായത് എറണാകുളത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് തൃശ്ശൂർ ഒഴിവുണ്ട്, അതേപോലെ കോട്ടയത്ത് ഒഴിവുണ്ടെങ്കിൽ അവിടെ 2 സ്ഥലത്തും കൊടുത്തുകൂടെ എന്ന ഒരു സംശയം ഉണ്ടാവാം. അത് സാധ്യമല്ല. ഒറ്റൊരു കോളേജിലേക്ക് മാത്രമേ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിനുള്ള അപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ആ കോളേജിൽ ഒഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒഴിവില്ല എങ്കിലും ഈ കോളേജിൽ നിന്ന് ചിലപ്പം വേറൊരു കുട്ടി ട്രാൻസ്ഫറായി പോകുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ വന്നാലും അതിലേക്കും പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഒഴിവില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒറ്റൊരു കോളേജിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ഇതിൽ മറ്റൊരാൾ, അതായത് 2 ഒഴിവുണ്ട്, 5 പേര് അപ്ലൈ ചെയ്തെങ്കിൽ അതിലാർക്കാണ് അപേക്ഷ ഇത് കൊടുക്കുക, സീറ്റ് കൊടുക്കുക എന്നുള്ളത്, അതും ഇതിൽ ക്രൈറ്റീരിയ നോക്കുന്നത് കീം റാങ്കാണ്. കീം റാങ്ക് ലിസ്റ്റിൽ ആരാണോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷത്തെ കീം റാങ്കിൽ ആരായിരുന്നോ ഏറ്റവും ഉയർന്ന റാങ്ക് അവർക്കായിരിക്കും ഈ സീറ്റിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ റാങ്ക് ബേസ്ഡ് ആയിരിക്കും ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഇനി ട്രാൻസ്ഫറിന് എല്ലാവർക്കും അർഹതയില്ല, അതേപോലെ എല്ലാ കോളേജിൽ നിന്ന് എല്ലാ കോളേജിലേക്കും പോകാനും അർഹതയില്ല. ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിലേക്കോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലേക്കോ ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ്. അതേപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ നിന്ന് മറ്റൊരു കോസ്റ്റ് ഷെയറിംഗ് കോളേജിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ്. അതായത് IHRD നിന്ന് വേണമെങ്കിൽ കേപ്പിൻ്റെ കോളേജിലേക്കും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം IHRD കോളേജിൽ നിന്ന് കേപ്പിൻ്റെ കോളേജിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ അനുവദിക്കാവുന്നതാണ്. അതേപോലെ കേപ്പിൻ്റെ കോളേജിൽ നിന്ന് IHRDയിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ അതാത് പ്രിൻസിപ്പൽമാരുടെ ഡെസിഷന് വിധേയമായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കോളേജ് ഏതാണോ ആ കോളേജിലെ പ്രിൻസിപ്പാൾ അതിന് സാങ്ഷൻ നൽകിയാൽ മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ് കോളേജിലേക്കോ എയ്ഡഡ് കോളേജിലേക്കോ ട്രാൻസ്ഫർ അനുവദിക്കും. തിരിച്ചും എയ്ഡഡ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജുകളിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കും. അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ നിന്ന് മറ്റൊരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലേക്ക് ട്രാൻസ്ഫർ അനുവദിക്കും. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കും. മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിൽ, മാനേജ്മെൻറ്റ് കോട്ട ഉള്ള കോളേജാണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്ന് മറ്റൊരു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കും. NRI കോട്ടയിലുള്ളവരാണെങ്കിൽ NRI കോട്ടയിൽ നിന്ന് മറ്റൊരു കോളേജിൻ്റെ NRI കോട്ടയിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കുന്നതാണ്. ഇനി ട്രാൻസ്ഫർ അനുവദിക്കാത്ത ചിലരുണ്ട്. അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനിയായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ
അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും മിക്കവാറും അത്തരം സ്റ്റുഡൻസ്, അവർക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല. അതേപോലെ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നവർ, ഇപ്പോൾ TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇനി മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ അനുവദിക്കില്ല. അതേപോലെ TKM കോളേജിലേക്കും ട്രാൻസ്ഫർ അനുവദിക്കില്ല. ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവർക്ക് ട്രാൻസ്ഫർ അനുവദിക്കില്ല. മറ്റൊന്ന് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നതല്ല, കാരണം S3യിലാണ് അവർ ഡയറക്റ്റ് വരുന്നത്. അവർക്ക് ഇനി മറ്റൊരു കോളേജിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ അഡ്മിറ്റഡ് അണ്ടർ TFW കാറ്റഗറി, ട്യൂഷൻ ഫീ വേവർ കാറ്റഗറിയിൽ ആണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ, ചിലർക്ക് ട്യൂഷൻ ഫീ വേവർ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടി പിന്നീട് അത് മെറിറ്റ് സീറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കേസല്ല പറയുന്നത്. നിലവിൽ ട്യൂഷൻ ഫീ വേവർ സ്കീമിൽ പഠിച്ച് അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ അഡ്മിഷൻ കിട്ടിയ അതിൽ തുടർന്ന് പോകുന്നവരാണെങ്കിൽ അവർക്കും ഈ ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല. അതേപോലെ അഡ്മിറ്റഡ് ഇൻ എനി സൂപ്പർ ന്യൂമറി സീറ്റ്സ്. സൂപ്പർ ന്യൂമറി സീറ്റ്സ് പറഞ്ഞാൽ ആൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള സീറ്റുകൾ ഉണ്ടാകും. 60 സീറ്റാണ് ആൾറെഡി AICTEയുടെ ഇതിൽ വരുന്നത്. അതിന് പുറമെ അതിൻ്റെ 10% EWS സീറ്റുകളും കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന സീറ്റുകളാണ് 66 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നീട് 66ൻ്റെ കൂടെ ലാറ്ററൽ എൻട്രിയുടെ ഒരു 10% കൂടെ വരുമ്പോൾ 72. ഇങ്ങനെയാണ് ഇത് മാറിപ്പോകുന്നത്, സീറ്റ് സ്ട്രെങ്ത് മാറിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ സൂപ്പർ ന്യൂമറി ആയിട്ട് അനുവദിച്ചിരിക്കുന്ന സീറ്റിലേക്ക് അതിലേക്ക് പ്രവേശനം നേടിയവർ, അതിൽ EWS ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രകടമായിട്ട് കാണുന്ന ഈ കാറ്റഗറി എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ അഡ്മിഷൻ നേടിയവർക്കും ഈ ട്രാൻസ്ഫർ അനുവദിക്കുന്നതല്ല. അപ്പോൾ EWSകാർ, ലാറ്ററൽ എൻട്രിക്കാർ, TFW, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർ, അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനി, ഇത്രയും പേരാണ് സാധാരണഗതിയിൽ ട്യൂഷൻ ഫീ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ അനുവദിക്കാത്ത കാറ്റഗറി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ വരുന്നവരാണോ അല്ലേ എന്ന് ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നുണ്ട്. അത് ടിക്ക് ഇട്ടാലും ഇല്ലെങ്കിലും അതിനെപ്പറ്റി നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പോലും കോളേജിൽ അത് പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുള്ളൂ. അഥവാ അത് പരിശോധിക്കാതെ അപ്രൂവ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും വരുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ്, നിങ്ങളതൊന്നും ടിക്ക് ചെയ്യാതെ കൊടുത്തു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഇത് ചെയ്തു എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീടാണ് അറിയുക. കാരണം ഒരു ട്രാൻസ്ഫർ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് പ്രിൻസിപ്പൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പാൾ അത് ചെയ്തു, അത് അലോ ചെയ്തു, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് പ്രിൻസിപ്പാൾ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു, നിങ്ങൾ 3000 രൂപ ട്രാൻസ്ഫർ ഫീയും അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പോവുള്ളൂ. അതുകൊണ്ട് ആരും ഇത് മറച്ചു വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കരുത് എന്ന് ഉണർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീടുള്ള 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇതിൻ്റെ റിലീവിങ് ഓർഡർ തരിക. അതായത് നിലവിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജ് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അവിടുന്ന് അത് സാങ്ഷൻ ചെയ്തു, പുതിയ കോളേജ് കൊടുത്തു, അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അതേപോലെ ഇതിൻ്റെ റാങ്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുമെങ്കിൽ അതിനുള്ള പ്രൊസീജിയർ അത് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള കോളേജിൽ നിന്ന് നിങ്ങളെ റിലീവ് ചെയ്യും. ആ റിലീവിങ് പ്രോസസ്സും അതേപോലെ പുതിയ കോളേജ് ജോയിനിങ് പ്രോസസ്സും എന്ന് പറയുന്നത് ഓൺലൈനാണ്, പോർട്ടലിൽ കൂടിയാണ് അത് ചെയ്യേണ്ടത്. ആ പോർട്ടൽ KTUവിൻ്റെ പോർട്ടലിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർട്ടലിലാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ കോളേജിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് അതിനുള്ള സമയം. തൊട്ടടുത്ത ദിവസം തന്നെ, മിക്കവാറും 5-ാം തീയതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 12-ാം തീയതിയോ അല്ല 17-ാം തീയതിയോ അങ്ങനെയായിട്ട് S3 ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്ന ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ അഡ്മിഷൻ കംപ്ലീറ്റ് ക്ലോസ് ആവും. 5-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നവർക്കാണ്. അതിൽ ആ ഇത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്ഫറിങ് കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ S3 ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളും കൂടെ നേരത്തെ കണ്ടെത്തുക. ട്രാൻസ്ഫർ ആയി എന്ന് അല്ലെങ്കിൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിനുള്ള പ്രോസസ്സും കൂടി നോക്കുക. ട്രാൻസ്ഫർ ഫീ ആയിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ടായിരിക്കും അടക്കേണ്ടത്. അതെല്ലാം കോളേജിൽ നിന്ന് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ എല്ലാ വിവരങ്ങളും
അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഗുലേഷൻസും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഒരിക്കൽ ഈ ട്രാൻസ്ഫർ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ടുള്ള വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.